കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ കെ സുധീഷ് കുമാർ, ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ സുരേഷ് കുമാർ, ഏറ്റവും പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണമായിരുന്നു ഇന്ന്. കാട്ടാക്കട പഞ്ചായത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമഗ്ര വികസനവും മുൻനിർത്തിയുള്ള ഒരു സംക്ഷിപ്ത ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 24 വാർഡുകളിലെയും ഗ്രാമസഭകളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ നല്ല നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് കാർഷിക മേഖല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, പിന്നെ അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, ദാരിദ്ര്യ ലഘൂകരണം, അങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന വരവ് എന്ന് പറയുന്നത് 53,16,57,240 രൂപയും പ്രതീക്ഷിത ചെലവ് 52,23,78,879 രൂപയും ബാലൻസ് വരുന്ന നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് 92,78,361 രൂപയും അടങ്ങുന്ന ഒരു ബഡ്ജറ്റാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുഴുവൻ ക്ഷേമ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിലേക്കായി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. നമുക്ക് വളരെ ജനപ്രിയ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇത്തവണ ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്നൊക്കെ ജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റ്. എന്തു തന്നെയായാലും 1 കോടി മിച്ചം ബഡ്ജറ്റായിട്ടാണ് നമ്മൾ ഇത്തവണ അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് വളരെ ഗുണകരമായി, ഈ പഞ്ചായത്തിന് ഗുണകരമാകുന്ന തലത്തിൽ, നമ്മുടെ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്കും ഒക്കെ ഗുണകരമാകുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ അവതരണം. ഒരുപാട് പുതിയ പദ്ധതികൾ പ്രസിഡന്റിൻ്റെയും അതുപോലെ സെക്രട്ടറിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ് നമ്മുടെ ഈ ബഡ്ജറ്റ്. നമ്മൾ വൃദ്ധർ നമ്മളെ പ്രായമായവർക്കുള്ള അവരുടെ ഒരു പാർക്ക്, വികലാംഗർക്കുള്ള നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് ഒരു പാർക്ക്, അതുപോലെ നമുക്ക് ശിശു സൗഹൃദ ഒരു ഗ്രാമപഞ്ചായത്തുള്ള നിലയിലൊക്കെ നമ്മൾ ഈ ബഡ്ജറ്റ് വിലയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഒരു വളരെ ഇന്ന് വരെ ഉള്ളതിലൊരു പ്രത്യേകതയുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഇതെന്ന് പറയുന്നത് ആഗ്രഹിക്കുകയാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ ഭരണഘടനാപരമായ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ ബാധ്യതയാണ് ഇന്ന് ഇവിടെ നിറവേറ്റപ്പെട്ടത്. ഈ ബഡ്ജറ്റ് ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ ഉള്ള പഞ്ചായത്തിന്റെ സമഗ്ര വികസനം അത് അടിവരയിടുന്നുണ്ട്. നമ്മൾ അനിവാര്യമായി വകയിരുത്തേണ്ട എല്ലാ മേഖലയ്ക്കും, പ്രധാനമായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവിടെ പറഞ്ഞു, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഒട്ടനവധി പദ്ധതികൾ, സ്കൂളുകളെല്ലാം സ്മാർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുക, അങ്കണവാടികൾ സ്മാർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുക, ഉൽപാദന വർധനവ്, നൈപുണ്യ വികസനം, തൊഴിൽ സൃഷ്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി നൂതനമായിട്ടുള്ള ആശയങ്ങൾ, അതായത് നമ്മുടെ കാട്ടാക്കടയുടെ സമഗ്ര വികസനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് വൈസ് പ്രസിഡന്റൊക്കെ വളരെ ദിവസങ്ങളോളം ഉള്ള ആ ഒരു ഡിസ്കഷന്റെ, കൂടിയാലോചനകളുടെ ഫലമായിട്ടാണ് ഇത്രയും സമഗ്രമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെന്തുകൊണ്ടും കാട്ടാക്കടയെ സംബന്ധിച്ച് ഏറെ ഗുണകരമായ, കാരണം ഇപ്പോൾ നമുക്ക് ലൈഫ് പദ്ധതിയിൽ ഇനി അവശേഷിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം കൊടുക്കുക, അതേപോലെ തന്നെ മറ്റ് വ്യക്തിഗത ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വകയിരുത്തലുകൾ, കളിസ്ഥലം, അത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ വാഹന പാർക്കിങ്ങിന് ശാശ്വതമായിട്ട് കാട്ടാക്കടയെ വീർപ്പുമുട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഇവിടെ പാർക്കിങ്ങിന് സ്വന്തമായിട്ടുള്ളൊരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥ.
അപ്പോൾ സ്വന്തമായിട്ട് പാർക്കിംഗ് സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ പേ ആൻഡ് പാർക്ക് സംവിധാനം ഒരുക്കുന്നതിന് ബഡ്ജറ്റ് അടിവരയിടുന്നു. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ഇന്ന് ഇവിടെ ഈ സമിതിയുടെ പ്രഥമ ബഡ്ജറ്റ് അത് ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തില് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ സമിതിയെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്.